ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ വീട്ടിലൊക്കെ കുബൂസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള നല്ല ടെൻഷനായിരിക്കും നമ്മളുണ്ടാകാനല്ലേ. അപ്പോൾ ആ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ഇത്. നിങ്ങൾ ഒരിക്കലെങ്കിലും കുബൂസ് വെച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 കുബൂസാണ് കേട്ടോ. ഇനി ഇതിനെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് നല്ല തിളച്ച് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോയിട്ടൊന്ന് ക്രിസ്പി ആയി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊണ്ടേ നിൽക്കണം, കാരണം ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നതിന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ ഗരം മസാല ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതൊരു 50 ഗ്രാം ആയിട്ട് മതി. വളരെ കുറച്ച് ബീഫോ ചിക്കനോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു കോഴിമുട്ട വേവിച്ച് വെച്ചത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ കുബൂസും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ സൂപ്പറായിട്ടുള്ള കുബൂസ് കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ. ഞാൻ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.